നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാനം എന്ന പോർഷൻ്റെ കംപ്ലീറ്റ് റിവിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറെക്കുറെ നമ്മൾ കേരള നവോത്ഥാനത്തിൽ പഠിക്കേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. കേരള നവോത്ഥാനത്തിലെ പ്രധാന സമര നായകരാരൊക്കെയാണെന്നാണ് ആദ്യം നോക്കുന്നത് നമ്മൾ. ചാന്നാർ കലാപത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ കലാപത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് മിക്കവാറും മാച്ച് ദ ഫോളോയിങ് പോലെ ഒരു ചോദ്യമായിരിക്കും തരാൻ സാധ്യത. അല്ലെങ്കിൽ ഡയറക്റ്റ് ചോദ്യങ്ങളും നമുക്ക് തരാം. ചാന്നാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന രീതിയിലും നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കി പോവാം നമുക്ക്. അടുത്തത് അച്ചിപ്പുടവ സമരമാണ്. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അതുപോലെ തന്നെ മൂക്കുത്തി സമരത്തിനും നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അപ്പോൾ അച്ചിപ്പുടവ സമരം അതുപോലെ തന്നെ മൂക്കുത്തി സമരം, ഈ രണ്ട് സമരങ്ങൾക്കും നേതൃത്വം നൽകിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ദെൻ അടിലഹള, വാകത്താനം ലഹള എന്നിവയും മുണ്ടക്കയൽ ലഹളയും പൊയ്കയിൽ യോഹന്നാനാണ് നേതൃത്വം നൽകിയത്. അടിലഹള, വാകത്താന ലഹള അതുപോലെ തന്നെ മുണ്ടക്കയൽ ലഹള എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. ദെൻ വാഴത്തട വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ചാവറയച്ചനാണ്. വാഴത്തട വിപ്ലവം ചാവറയച്ചൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. ദെൻ വിമോചന സമരം, നമുക്കറിയാം വിമോചന സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. ദെൻ PSCയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് പട്ടിസദ്യയ്ക്ക് നേതൃത്വം നൽകിയത് ചട്ടമ്പി സ്വാമികൾ. കല്ലുമാല സമരം, പെരിനാട് സമരം, ഊരൂട്ടമ്പലം ലഹള, വില്ലുവണ്ടി സമരം എന്നിവ നമുക്കറിയാം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നയിച്ചിട്ടുള്ളതാണ്. കല്ലുമാല സമരം, പെരിനാട് സമരം, ഊരൂട്ടമ്പലം ലഹള, വില്ലുവണ്ടി സമരം എന്നിവയൊക്കെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നയിച്ചിട്ടുള്ള സമരങ്ങളാണ്. ദെൻ അടുത്തത് കൂട്ടംകുളം സമരമാണ്. കൂട്ടംകുളം സമരം നയിച്ചത് PK കുമാരൻ മാസ്റ്ററാണ്. ദെൻ പൗരസമത്വവാദ പ്രക്ഷോഭം EJ ജോൺ ആണ്. പ്രക്ഷോഭണം നയിച്ചത് EJ ജോൺ. വൈദ്യുതി സമരം തൃശ്ശൂരിൽ നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് വൈദ്യുതി സമരം ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിലാണ് വൈദ്യുതി സമരം നടന്നത്. ദെൻ രാജധാനി മാർച്ച്, അക്കാമ ചെറിയാനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാനാണ്. ദെൻ കരിവെള്ളൂർ സമരം K ദേവയാനിയാണ് നേതൃത്വം നൽകിയത്. ദെൻ തോൽവിറക് സമരം കാർത്യായനി അമ്മയാണ്. നെടുമങ്ങാട് ചന്തലഹള അയ്യങ്കാളിയാണ്. അപ്പോൾ അയ്യങ്കാളിയെക്കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞു. കല്ലുമാല, പെരിനാട് സമരം, ഊരൂട്ടമ്പലം ലഹള, വില്ലുവണ്ടി സമരം അതുപോലെ തന്നെ നെടുമങ്ങാട് ചന്തലഹള എന്നിവയ്ക്കൊക്കെ നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ കുറച്ച് സമരങ്ങളും അതിൽ പ്രധാനപ്പെട്ട കലാപങ്ങളും അതിന് നേതൃത്വം നൽകിയ ആൾക്കാരെയുമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നമ്മുടെ നവോത്ഥാന നായകരുടെ പ്രധാനപ്പെട്ട അപരനാമങ്ങൾ നോക്കാം. അവർ അറിയപ്പെട്ടിരുന്ന പേര് നമുക്ക് നോക്കാം. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെട്ടത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. ദെൻ വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്നും ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു കേട്ടോ. അപ്പോൾ വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ദെൻ രണ്ടാം ബുദ്ധൻ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നിങ്ങനെ അറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരു അറിയപ്പെട്ടിരുന്നത് രണ്ടാം ബുദ്ധൻ എന്നും കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. ദെൻ കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് വക്കം മൗലവി. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെട്ടത് വാഗ്ബടാനന്ദൻ. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഭാരതകേസരി എന്ന്. കേരള മദൻ മോഹൻ മാളവ്യ, ഭാരതകേസരി എന്നെല്ലാം അറിയപ്പെട്ടത് മന്നത്ത് പത്മനാഭനാണ്. ദെൻ കേരള ലിംഗൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് KP കേശവമേനോൻ. സിംഹള സിംഹം എന്നറിയപ്പെട്ടത് C കേശവനാണ്. പുരുഷ സിംഹം എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ദെൻ കടത്തനാടൻ സിംഹം എന്നറിയപ്പെട്ടത് കുറുളി ചേകോനാണ്. അതിൽ സിംഹള സിംഹം നോക്കി വയ്ക്കുക, C കേശവനാണ് സിംഹള സിംഹം എന്നറിയപ്പെട്ടത്.
ദെൻ ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗികളാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യമാണ്. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. പാവങ്ങളുടെ പടത്തലവൻ നമുക്കറിയാം AK ഗോപാലനാണ്, AKG ആണ് പാവങ്ങളുടെ പടത്തലവൻ. ദെൻ തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് GP പിള്ളയാണ്. തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് GP പിള്ള. നവോത്ഥാനത്തിൻ്റെ കവി, വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ്. നവോത്ഥാനത്തിൻ്റെ കവി, അതുപോലെ തന്നെ വിപ്ലവത്തിൻ്റെ ശുക്ര നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ്. ദെൻ ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെട്ടത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. നിരീശ്വരവാദികളുടെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി. ദെൻ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. അവരെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാൻ. ദെൻ മാതൃഭാഷയുടെ പോരാളി മക്തി തങ്ങളാണ്. മാതൃഭാഷയുടെ പോരാളി മക്തി തങ്ങൾ. ദെൻ പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് കുറുമ്പൻ ദൈവത്താനാണ്. പുലയ ഗീതങ്ങളുടെ പ്രവാചകൻ കുറുമ്പൻ ദൈവത്താൻ. തിരുവിതാംകൂറിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അക്കാമ ചെറിയാനെ കുറിച്ചുള്ളത്. ദെൻ നിരീശ്വരവാദികളുടെ പോപ്പ് എന്നറിയപ്പെട്ടത് MC ജോസാണ്. MC ജോസഫ്. ദെൻ മലങ്കര സിറിയൻ സഭയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത് അബ്രഹാം മൽപ്പാൻ. അടുത്തത് അപരനാമങ്ങൾ നമ്മൾ നോക്കി. ഇനി ഈ നമ്മുടെ നവോത്ഥാന നായകരുടെ പ്രധാനപ്പെട്ട യഥാർത്ഥ പേര് നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത് സാധാരണ വരാറുള്ള ഒരു ചോദ്യമാണ് യഥാർത്ഥ പേര്, അതുപോലെ തന്നെ അപരനാമങ്ങൾ, അതുപോലെ തന്നെ കുട്ടിക്കാലത്തിലെ ബാല്യകാല നാമങ്ങൾ എന്നിവയൊക്കെ. അതിലപ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് യഥാർത്ഥ പേരുകൾ. വൈകുണ്ഠ സ്വാമികളുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി എന്നായിരുന്നു. മുടി ചൂടും പെരുമാൾ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. മുത്തുക്കുട്ടി അഥവാ മുടി ചൂടും പെരുമാൾ. ദെൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ്. കാരാട്ട് ഗോവിന്ദമേനോൻ. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ. തൈക്കാട് അയ്യ എന്നറിയപ്പെട്ടത് സുബ്ബരായനാണ്. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേരാണ് സുബ്ബരായൻ. ദെൻ പൊയ്കയിൽ യോഹന്നാൻ്റെ യഥാർത്ഥ പേര് കുമാരൻ എന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കുമാരഗുരുദേവൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ദെൻ ശുഭാനന്ദ ഗുരുദേവൻ എന്നത് പാപ്പൻകുട്ടിയുടെ പേരാണ് ശുഭാനന്ദ ഗുരുദേവൻ എന്നത്. ദെൻ ആഗമാനന്ദ സ്വാമികൾ എന്നറിയപ്പെട്ടത് കൃഷ്ണൻ നമ്പ്യാതിരി. ദെൻ വാഗ്ഭടാനന്ദൻ എന്ന് വിളിക്കപ്പെട്ടത് വയലേരി കുഞ്ഞിക്കണ്ണനാണ്. അല്ലെങ്കിൽ വാഗ്ഭടാനന്ദൻ്റെ ശരിയായ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ദെൻ ആനന്ദതീർത്ഥൻ്റെ യഥാർത്ഥ നാമം ആനന്ദക്ഷേണായി എന്നാണ്. ആനന്ദക്ഷേണായി. ദെൻ അതുപോലെ തന്നെ കുറച്ചുകൂടി അപരനാമങ്ങൾ നമുക്ക് നോക്കാം. ഇവരെയൊക്കെ സാധാരണഗതിയിൽ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള ഒരു അപരനാമങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. പാണ്ടിപ്പറയൻ എന്നറിയപ്പെട്ടത് തൈക്കാട് അയ്യയാണ്. അതുപോലെ തന്നെ സൂപ്രണ്ട് അയ്യ എന്ന് വിളിക്കപ്പെട്ടതും തൈക്കാട് അയ്യ തന്നെയാണ്. സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെട്ടത് അയ്യ വൈകുണ്ഠരാണ്. സമ്പൂർണ്ണദേവൻ എന്ന് വിളിക്കപ്പെട്ടത് അയ്യ വൈകുണ്ഠർ. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന് വിളിക്കപ്പെട്ടതും പൊയ്കയിൽ യോഹന്നാൻ തന്നെയാണ്. ഈ നവോത്ഥാന നായകരെ എല്ലാവരെയും എതിർത്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടും അന്ന് ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിളിപ്പേരുകൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കിയറിയാം, പുലയൻ മത്തായി എന്ന അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാണ് പൊയ്കയിൽ യോഹന്നാനെ. അതുപോലെ തന്നെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ട് പറയുന്നതാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ പുലയൻ അയ്യപ്പൻ എന്നറിയപ്പെട്ടത് സഹോദരൻ അയ്യപ്പനാണ്. പുലയ രാജാവ് എന്നറിയപ്പെട്ടത് അയ്യങ്കാളിയാണ്. കാഫിർ എന്നറിയപ്പെട്ടത് വക്കം മൗലവി. നാണു എന്നറിയപ്പെട്ടത് ശ്രീനാരായണ ഗുരുവാണ്. പെരിയ സ്വാമി എന്നറിയപ്പെട്ടതും അദ്ദേഹം തന്നെയാണ്. ശ്രീനാരായണ ഗുരു നാണു എന്നും പെരിയ സ്വാമി എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ദെൻ ചിന്നസ്വാമി എന്നറിയപ്പെട്ടത് കുമാരനാശാനാണ്. കുമാരനാശാനെയാണ് ചിന്നസ്വാമി എന്ന് വിളിച്ചിരുന്നത്. ദെൻ ബാലഗുരു എന്ന് വിളിച്ചിരുന്നത് വാഗ്ഭടാനന്ദനെയാണ്. വിദ്യാധിരാജൻ എന്നറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷൺമുഖദാസൻ എന്നും ബാലഭട്ടാരകൻ എന്നുമെല്ലാം അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. വിദ്യാധിരാജൻ, ഷൺമുഖദാസൻ, ബാലഭട്ടാരകൻ എന്നെല്ലാം അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീഭട്ടാരകൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ബാലഭട്ടാരകൻ എന്നും ശ്രീഭട്ടാരകൻ എന്നൊക്കെ ചട്ടമ്പി സ്വാമികൾ അറിയപ്പെട്ടിരുന്നു. ഇനി അവരുടെ ബാല്യകാല നാമങ്ങൾ നോക്കാം. എല്ലാവരുടെയും അല്ല, കുറച്ച് പേരുടെയൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതായി പഠിക്കാനുള്ള കുറച്ച് പേരുടെ ബാല്യകാല നാമങ്ങൾ നോക്കാം. EMSനെ കുഞ്ചു എന്നാണ് വിളിച്ചിരുന്നത്. ചട്ടമ്പി സ്വാമികൾ കുഞ്ഞൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദെൻ പണ്ഡിറ്റ് കറുപ്പനെ ശങ്കരൻ എന്നും, ഡോക്ടർ പൽപ്പുവിനെ കുട്ടിയപ്പി എന്നും,
കുറുമ്പൻ ദൈവത്താനെ നടുവത്തമ്മൻ എന്നും ബ്രഹ്മാനന്ദ ശിവയോഗിയെ ഗോവിന്ദൻകുട്ടിയെന്നും ശ്രീനാരായണ ഗുരുവിനെ നാണു എന്നും കുമാരനാശാനെ കുമാരു എന്നും അയ്യങ്കാളിയെ കാളി എന്നും പൊയ്കയിൽ യോഹനാനെ കുമാരൻ എന്നുമാണ് ബാല്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ വിളിച്ചിരുന്നത്. ദെൻ നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നമ്മുടെ ഈ നവോത്ഥാന നായകരുടെ അതിൽ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് പേരുടെ ജനന സ്ഥലങ്ങളാണ്. അത് നമ്മുടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് ചോദിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൊല്ലങ്കോട് ആണ് ബ്രഹ്മാനന്ദ ശിവയോഗികൾ ജനിച്ചത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ചോദിക്കും. എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ അല്ലെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരി എന്നൊക്കെ നമ്മുടെ ചോദിക്കാം. അതുകൊണ്ട് ജനന സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരുടെ, അതായത് ശ്രീനാരായണ ഗുരു, ഡോക്ടർ പൽപ്പു, ചട്ടമ്പി സ്വാമികൾ, കുമാരനാശാൻ, അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പേരുണ്ടല്ലോ, ഒരു 10ഓളം പേരെങ്കിലും, അതെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. കുര്യാക്കോസ് ഏലിയാസ് ജനിച്ചത് കൈനക്കരിയിലാണ്. കൈനക്കരി മുൻവർഷ ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. വേലായുധ പണിക്കർ ജനിച്ചത് ആറാട്ടുപുഴയാണ്. അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം തന്നെയുണ്ട് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന്. ദെൻ വൈകുണ്ഠസ്വാമികൾ സ്വാമിത്തോപ്പിലാണ്. മുൻവർഷ ചോദ്യമാണ്, പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. വൈകുണ്ഠസ്വാമികൾ സ്വാമിത്തോപ്പ്. തൈക്കാട് അയ്യ നഗലപുരത്താണ്. ബ്രഹ്മാനന്ദ ശിവയോഗികൾ കൊല്ലങ്കോടാണ്. ബ്രഹ്മാനന്ദ ശിവയോഗികൾ നോക്കി വെച്ചോളുക. ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂലയാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ സ്വാമിത്തോപ്പിലും ചട്ടമ്പി സ്വാമികൾ കണ്ണമ്മൂലയിലുമാണ്. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് അത് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ സ്വാമിത്തോപ്പ്, ചട്ടമ്പി സ്വാമികൾ കണ്ണൻമൂല. അബ്ദുൽ ഖാദർ മൗലവി വക്കത്താണ്. അദ്ദേഹം ആ പേര് കൂടി തന്നെയാണ് അറിയപ്പെടുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടും. ദെൻ ശ്രീനാരായണ ഗുരു ചെമ്പഴന്തിയിലാണ്. PSCയുടെ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, വളരെ പ്രിയപ്പെട്ടൊരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ദെൻ അയ്യങ്കാളി വെങ്ങാനൂരാണ് ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ. ഡോക്ടർ പൽപ്പു ജനിച്ചത് പേട്ടയിലാണ്. ദെൻ CV കുഞ്ഞിരാമൻ മയ്യനാടും കുമാരനാശാൻ കായിക്കരയിലും മന്നത്ത് പത്മനാഭൻ പെരുന്നയിലുമാണ് ജനിച്ചത്. അപ്പോൾ ഇതിൽ വൈകുണ്ഠ സ്വാമികൾ സ്വാമിത്തോപ്പ്, അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് കൈനക്കരി, അതുപോലെ ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോട്, ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി, അയ്യങ്കാളി വെങ്ങാനൂർ, മന്നത്ത് പത്മനാഭൻ പെരുന്ന എന്നിവയൊക്കെ വളരെ പ്രത്യേകം നോക്കി വയ്ക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ കുറച്ചുകൂടി നമുക്ക് നോക്കാം. രാമകൃഷ്ണപിള്ള നെയ്യാറ്റിൻകരയിലാണ് ജനിച്ചത്. പൊയ്കയിൽ യോഹനാൻ ഇരവി പേരൂരാണ്. അതൊരു പ്രത്യേക ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോക്കി വയ്ക്കുക. ശുഭാനന്ദ ഗുരുദേവൻ ബുധനൂരാണ്. പണ്ഡിറ്റ് കറുപ്പൻ ചേരാനെല്ലൂർ. വാഗ്ബണാനന്ദൻ പാട്യത്താണ്. സഹോദരൻ അയ്യപ്പൻ ചേറായിലാണ് സഹോദരൻ അയ്യപ്പൻ. കേളപ്പൻ പയ്യോളിയിലാണ്. KP കേശവമേനോൻ പാലക്കാടും. ബോധേശ്വരൻ നെയ്യാറ്റിൻകരയിലും. C കേശവൻ മയ്യനാടും. ആഗമാനന്ദ സ്വാമികൾ ചവറയിലും. പാലക്കുന്ന് എബ്രഹാം മാൽപ്പൻ മരാവണിലും. കുറൂർ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിലും. AK ഗോപാലൻ ചിറക്കലിലും. ഡോക്ടർ അയ്യത്താൻ ഗോപാലൻ തലശ്ശേരിയിലും. പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടിയിലുമാണ് ജനിച്ചത്. അപ്പോൾ ഈ രണ്ടാമത് എടുത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. അല്ലാത്തതൊക്കെ വിട്ടാലും വലിയ കുഴപ്പമില്ല, എങ്കിലും ഒന്ന് അറിഞ്ഞു വയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. P കൃഷ്ണപിള്ള വൈക്കത്ത്. PN പണിക്കർ ആലപ്പുഴയിലാണ് ജനിച്ചത്. EMS പെരിന്തൽമണ്ണയിലാണ്. TK മാധവൻ കാർത്തികപ്പള്ളിയിലും. GP പിള്ള പള്ളിപ്പുറത്തുമാണ്, തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്താണ്. ദെൻ PK ചാത്തൻ മാസ്റ്റർ ഇരിങ്ങാലക്കുടയിലാണ് ജനിച്ചത്. കൃഷ്ണാദി ആശാൻ മുളവുകാടിലും. KP വള്ളോനും മുളവുകാടാണ് ജനിച്ചത്. VT ഭട്ടതിരിപ്പാട് മേഴത്തൂരാണ്. ആനന്ദതീർത്ഥൻ തലശ്ശേരിയിലും. മമ്പുറം തങ്ങൾ യമനിലും. മക്തി തങ്ങൾ വെളിയങ്കോടുമാണ് ജനിച്ചത്. അതുപോലെ തന്നെ കുറുമ്പൻ ദൈവത്താൻ ഇടയാറന്മുളയാണ്. MC ജോസഫ് തൃപ്പൂണിത്തുറയുമാണ് ജനിച്ചത്. അപ്പോൾ അത്രയാണ് ആ ജനന സ്ഥലങ്ങൾക്ക് നമ്മൾ നോക്കാനുള്ളത്. ദെൻ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ജാഥകളുടെ അഥവാ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള പ്രധാന മൂവ്മെൻറ്റ്സിൻ്റെയൊക്കെ ലക്ഷ്യസ്ഥാനവും യാത്രയും എവിടെ മുതൽ എവിടം വരെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തരുന്ന ചോദ്യങ്ങളിലാണ് ഇവിടെയൊക്കെ കൂടുതലായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഓരോ ചോദ്യം പഠിച്ചു പോവുക എന്നുള്ളതല്ല, ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ പുതിയ പാറ്റേൺ നമുക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ പുതിയ പാറ്റേണിൽ നമുക്ക് എല്ലാവരോടും കോമ്പീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക, നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നോക്കാം. ആദ്യത്തേത് വില്ലുവണ്ടി യാത്രയാണ്. വില്ലുവണ്ടി യാത്ര നമുക്കറിയാം, അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നയിച്ചിട്ടുള്ളതാണ് വില്ലുവണ്ടി യാത്ര. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് വില്ലുവണ്ടി യാത്ര ഉണ്ടായിരുന്നത്. വെങ്ങാനൂർ തുടങ്ങി കവടിയാറിൽ അവസാനിക്കുന്നതായിരുന്നു വില്ലുവണ്ടി യാത്ര. അവർണർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജാഥയായിരുന്നു വില്ലുവണ്ടി യാത്ര എന്നത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നയിച്ചിട്ടുള്ളത്. ദെൻ
സവർണജാഥ മന്നത്തിൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിലും സവർണജാഥ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും അറിയുന്നത് മന്നത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളതാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടന്നത്. അതുപോലെ തന്നെ എം.ഇ. നായിഡുവിൻ്റെ നേതൃത്വത്തിൽ സവർണജാഥ നടന്നത് നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ്. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ PSCയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? എം.ഇ. നായിഡു. പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് A.K. ഗോപാലനാണ്. നമുക്കറിയാം അത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? കണ്ണൂർ മുതൽ ചെന്നൈ വരെയായിരുന്നു. കണ്ണൂർ മുതൽ ചെന്നൈ വരെ. ദെൻ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ നയിച്ചത് കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെയാണ്. കണ്ണൂർ മുതൽ ഗുരുവായൂർ വരെ. യാചനായാത്ര നമുക്കറിയാം V.T. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള യാചനായാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ യാചനയാത്ര. ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും PSCയുടെ പല ചോദ്യ പേപ്പറുകളിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ, റാങ്ക് ഫയലുകളൊക്കെ പരിശോധിക്കാം. പഴയ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ ഈ പറയുന്ന ഓരോ ചോദ്യങ്ങളും കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. PSCയുടെ ഒരു 50 ചോദ്യം, നിങ്ങൾ 100 ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ അതിലൊരു 50, ഒരു 40 മുതൽ 50 വരെ ചോദ്യങ്ങളും പഴയ പാറ്റേണിലോ അല്ലെങ്കിൽ പഴയ ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ PYQs വിട്ട് കളിക്കരുത്. നിർബന്ധമായിട്ടും പഴയ ചോദ്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. നോക്കാം. യാചനയാത്ര തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. ജീവശിഖാ ജാഥ അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജീവശിഖാ ജാഥ നയിച്ചത്. സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെയാണ്. സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ. കേളപ്പൻ്റെ ഉപ്പ് സത്യാഗ്രഹ ജാഥ നമുക്കറിയാവുന്ന കാര്യമാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ കേരളത്തിൽ നടന്നത് കേളപ്പൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കേരള ഗാന്ധി എന്നറിയപ്പെട്ടത്. ഉപ്പ് സത്യാഗ്രഹത്തിന് പങ്കെടുത്തുകൊണ്ടാണ്, നേതൃത്വം നൽകിയതുകൊണ്ടാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പനാണ്. അത് കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് നടന്നത്. ദെൻ രാജധാനി മാർച്ച് തമ്പാനൂർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അക്കാമ ചെറിയാൻ്റെ നേതൃത്വത്തിലാണ് രാജധാനി മാർച്ച് നടന്നത്. ദെൻ ഞാൻ ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകിയതെന്ന് പറഞ്ഞു പോയി. നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ആരൊക്കെയാണ് നേതൃത്വം നൽകിയതെന്ന്. വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. സവർണ ജാഥയ്ക്ക് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയുള്ളത് മന്നത്ത് പത്മനാഭനും മറ്റേ നാഗർകോവിൽ മുതലുള്ളതിന് എം.ഇ. നായിഡുവാണ്. ദെൻ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് A.K.G ആണ്. മലബാർ ജാഥയ്ക്കും നേതൃത്വം നൽകിയത് A.K.G ആണ്. അതുപോലെ തന്നെ ക്ഷേത്ര സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതും A.K.G ആണ്. ദെൻ പാലക്കാട് സബർമതി പദയാത്രയ്ക്ക് നേതൃത്വം നൽകിയത് ആനന്ദ് തീർത്ഥനാണ്. അതുപോലെ തന്നെ യാചനായാത്രയ്ക്ക് V.T. ഭട്ടതിരിപ്പാടും രാജധാനി മാർച്ചിന് അക്കാമ ചെറിയാനും ജീവശിഖാ ജാഥയ്ക്ക് മന്നത്ത് പത്മനാഭനും സാമൂഹിക പരിഷ്കരണ ജാഥയ്ക്ക് V.T. ഭട്ടതിരിപ്പാടുമാണ് നേതൃത്വം നൽകിയത്. സാമൂഹിക പരിഷ്കരണ ജാഥ, ജീവശിഖാ ജാഥ, രാജധാനി മാർച്ച്, യാചനായാത്ര എല്ലാതും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരു മാർക്ക് ഈ ഭാഗത്തു നിന്ന് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ദെൻ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൂടി നോക്കാം. നമുക്ക് കേരള ഹിസ്റ്ററിയിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള സമരങ്ങൾ എവിടെ നടന്നു, ഏത് ജില്ലയിൽ, ഏത് കാലഘട്ടത്തിൽ അഥവാ ഏത് വർഷത്തിൽ നടന്നു എന്നുകൂടി നോക്കാം. PSC അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ പലപ്പോഴും വർഷങ്ങളും ഡേറ്റും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക. ഡേറ്റുകൾ നമുക്കിവിടെ വർഷങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു പോകുന്നത്. അതുപോലെ തന്നെ സ്ഥലങ്ങളുമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് ചോദ്യം വരെ വരാം. ഏത് കൊല്ലമാണ് നടന്നതെന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. ഒന്ന് നോക്കാം. നമുക്ക് ആറ്റിങ്ങൽ കലാപം നടന്നത് തിരുവനന്തപുരത്താണ് 1721. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആറ്റിങ്ങൽ കലാപം അല്ലേ, 1721. ദെൻ നെടുമങ്ങാട് ചന്തലഹള തിരുവനന്തപുരത്താണ്, 1912. 90-ാം ആണ്ട് ലഹള തിരുവനന്തപുരത്ത് തന്നെയാണ് നടന്നത്, 1915. നെയ്യാറ്റിൻകര വെടിവെപ്പ് തിരുവനന്തപുരത്ത് 1938. രാജധാനി മാർച്ച് തിരുവനന്തപുരത്ത് 1938. കല്ലറ പാങ്ങോട് സമരം തിരുവനന്തപുരത്ത് 1938 തന്നെ. ദെൻ ചാലലഹളയും തിരുവനന്തപുരത്താണ് 1908. ദെൻ കല്ലുമാല സമരം, കടക്കൽ സമരം, ശൂരനാട് സംഭവം എന്നിവ കൊല്ലം ജില്ലയിലാണ് നടന്നത്. അതിൽ കല്ലുമാല സമരം 1915-ലും കടക്കൽ സമരം 1938-ലും
ശൂരനാട് സംഭവം 1949 നടന്നത്. ദെൻ കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയലാർ പുന്നപ്ര വയലാർ സമരം. ആലപ്പുഴയിലാണ് 1946 പുന്നപ്ര വയലാർ സമരം നടന്നത്. ദെൻ വൈക്കം സത്യാഗ്രഹം കോട്ടയം ജില്ലയിലാണ് 1924 മുതൽ 25 വരെ. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഐക്യത്തിനെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. കോട്ടയത്ത് 1924 മുതൽ 25 വരെ. ദെൻ ഉദയം പേരൂർ സുന്നഹദോസ് എറണാകുളത്താണ് 1599. കൂനൻകുരിശ് പ്രതിജ്ഞ എറണാകുളത്ത് 1653. ദെൻ പാലിയം സത്യാഗ്രഹം എറണാകുളത്ത് 1947-48 കാലഘട്ടത്തിൽ. ഗുരുവായൂർ സത്യാഗ്രഹം തൃശ്ശൂരിൽ 1931-32 കാലഘട്ടത്തിൽ. വൈദ്യുതി സമരവും തൃശ്ശൂരാണ് 1936. കുട്ടംകുളം സത്യാഗ്രഹവും തൃശ്ശൂരാണ് 1946. അതിൽ വൈദ്യുതി സമരം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹവും പ്രധാനപ്പെട്ടതാണ് 1931. ദെൻ കൽപ്പാത്തി സമരം പാലക്കാടാണ് 1924 കൽപ്പാത്തി സമരം. തളി ക്ഷേത്ര സമരം കോഴിക്കോട് 1917. മൊറാഴ സമരം കണ്ണൂരിൽ 1940. കരിവെള്ളൂർ സമരം കണ്ണൂരിലാണ് 1946. കയ്യൂർ സമരം നടന്നത് കാസർഗോഡാണ് 1941. തോൽവിറക് സമരം കാസർഗോഡ് ജില്ലയിൽ 1946 നടന്നത്. വളരെ പ്രധാനപ്പെട്ട ചില കലാപങ്ങളും അല്ലെങ്കിൽ സമരങ്ങളും അവ നടന്നിട്ടുള്ള ജില്ലകളെക്കാട്ടിലും പ്രധാനം അവ നടന്നിട്ടുള്ള വർഷങ്ങളാണ്. സ്ഥലങ്ങളും വർഷങ്ങളുമാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിന് നേതൃത്വം നൽകിയത് ഇതിൽ പല സമരങ്ങളുടെയും നേതൃത്വം ആരൊക്കെയാണ്? ഇപ്പോൾ രാജധാനി മാർച്ചിന് അക്കാമ ചെറിയാൻ, അതുപോലെ തന്നെ വൈദ്യുതി സമരം, ഗുരുവായൂർ സത്യാഗ്രഹം, മൊറാഴ സമരം, കരിവെള്ളൂർ സമരം തുടങ്ങിയവയൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സമരങ്ങളുടെ നേതൃനിരയെ കൂടി നിങ്ങളൊന്ന് നോക്കി വെച്ച് വയ്ക്കുക. പറ്റുമെങ്കിൽ കുറച്ച് കാര്യങ്ങളിലെ ഡേറ്റ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. ഇവിടെ വർഷങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ഡേറ്റ് കൂടി നോക്കിയാൽ വളരെ നല്ലതായി. ദെൻ ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിയിലപ്പുറം നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഈ ഒരു ക്ലാസ് നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക കേട്ടോ. ഞാൻ പിന്നെയും എടുത്ത് പറയുന്നത് അത്ര അധികം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പേരുകളാണെങ്കിലും യഥാർത്ഥ പേരുകളാണെങ്കിലും വിളിപ്പേരുകളാണെങ്കിലും ജന്മസ്ഥലങ്ങളാണെങ്കിലും അങ്ങനെ അവർ നയിച്ചിട്ടുള്ള സമരങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള സംഘടനകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സംഘടനകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. അതിൽ ആദ്യത്തേത് CMI സഭ കുര്യാക്കോസ് ഏലിയാസിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. PSCയുടെ ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് സമത്വ സമാജം. ഇത് മറന്നിട്ട് നിങ്ങൾ പോകരുത്. ഈ റിപ്പീറ്റഡ് ചോദ്യമാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുക ഞാൻ ഈ പറയുന്നത് വെറുതെ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, ശ്രദ്ധിക്കുക. ദെൻ ആത്മബോധോദയ സംഘം ശുഭാനന്ദ ഗുരുദേവനാണ്. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘമാണ് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. സാധുജന പരിപാലന സംഘം എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ തെറ്റിച്ച് എഴുതി വെക്കരുത്. ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘം കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. ശൈവ പ്രകാശിക സഭ തൈക്കാട് അയ്യ. ആനന്ദമതം ബ്രഹ്മാനന്ദ ശിവയോഗി. കാൻഫെഡ് PN പണിക്കർ. സാധുജന പരിപാലന സംഘം നേരത്തെ നമ്മൾ ബ്രഹ്മപ്രത്യക്ഷ സാധുജന പരിപാലന സംഘമാണ് പറഞ്ഞത്. ഇവിടെ സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. കേരള പുലയർ മഹാസഭ PK ചാത്തൻ മാസ്റ്റർ. സാംബവർ സംഘം പാഴൂർ രാമൻ ചേന്നൻ. മലയാളി സഭ C കൃഷ്ണൻപിള്ള. നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ. ജാതി നാശിനി സഭ ആനന്ദതീർത്ഥൻ. ഹിന്ദു പുലയ സമാജം കുറുമ്പൻ ദൈവത്താൻ. ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വക്കം മൗലവി. മലബാർ ഇക്കണോമിക് യൂണിയൻ ഡോക്ടർ പൽപ്പു. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പൊയ്കയിൽ യോഹനാൻ. സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ. ഇതിൽ ഡോക്ടർ പൽപ്പുവിൻ്റെ കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. കാരണം ഡോക്ടർ പൽപ്പു ഒരുപാട് സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പൽപ്പുവിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങൾ PSC ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഒരുപാട് ചോദ്യങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകൾ നോക്കാം.
അതിൽ ഫസ്റ്റ് തന്നെ കണ്ണീരും കിനാവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് VT ഭട്ടതിരിപ്പാട് എഴുതിയ കണ്ണീരും കിനാവും. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ. ജീവിതം ഒരു സമരം, നിങ്ങളിവിടെ തെറ്റിപ്പോയത്, എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭനാണ്. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം. കനലെരിയും കാലം കൂത്താട്ടുകുളം മേരി. ആത്മകഥ അന്നാചാണ്ടി. ആത്മകഥയ്ക്ക് ഒരു ആമുഖം ലളിതാംബിക അന്തർജനം. ആത്മകഥ അന്നാചാണ്ടി. ജീവിത സമരം സി കേശവൻ. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ. ജീവിത സമരം സി കേശവൻ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. എൻ്റെ ജീവിത കഥ AK ഗോപാലൻ. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത കഥ AK ഗോപാലൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആത്മകഥകളാണ് നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. ദെൻ കുറച്ച് ജന്മഗൃഹങ്ങൾ നോക്കാം. ചില PSC ചോദ്യങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. വളരെ കൂടുതലായിട്ടുള്ള ചോദ്യങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല, എങ്കിൽ പോലും കണ്ടുവന്നിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം വയൽവാരം വീടാണ്. ഡോക്ടർ പൽപ്പു നെടുങ്കോട്ട് വീട്ടിലാണ് ജനിച്ചത്. ദെൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് വീട്. ചട്ടമ്പി സ്വാമികൾ ഉള്ളൂർക്കോട് ഭവനം. അതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ ഉള്ളൂർക്കോട് ഭവനത്തിലാണ് ജനിച്ചത്. ദെൻ കുട്ടിമാളു അമ്മ ആനക്കര വടക്കത്ത്. അപ്പോൾ AV കുട്ടിമാളു അമ്മ എന്നാവും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അത് തന്നെയാണ് ആനക്കര വടക്കത്ത് കുട്ടിമാളു അമ്മ എന്നാണ്. ദെൻ K രാമകൃഷ്ണപിള്ള കൂടില്ല വീടാണ്. K രാമകൃഷ്ണപിള്ള കൂടില്ല വീട്. ദെൻ VT ഭട്ടതിരിപ്പാട് താഴത്തുമനയാണ്. VT ഭട്ടതിരിപ്പാട് താഴത്തുമന. ദെൻ EMS ഏലംകുളം മനയാണ്. EMS ഏലംകുളം മന. ഏലംകുളം മന. കുറച്ച് വീട്ടുപേരുകൂടി നമുക്ക് നോക്കാം. രസിക സദനം എന്നറിയപ്പെട്ടത് എന്ന് വീടിന് പേരുണ്ടായിരുന്നത് VT ഭട്ടതിരിപ്പാടിൻ്റെ വീടിൻ്റെ പേരായിരുന്നു രസിക സദനം എന്നത്. സാഹിത്യ കുടീരം എന്ന പേരുള്ള വീടിന് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ വീട്ടുപേരാണ് സാഹിത്യ കുടീരം. കേരളവർമ്മ സൗധം എന്നത് മൂലൂർ പത്മനാഭ പണിക്കരുടെ വീടായിരുന്നു. ദെൻ സദ്ഗമയ VR കൃഷ്ണയ്യരുടെ വീട്ടുപേരാണ്. ശങ്കരമംഗലം തകഴിയുടെ വീട്ടുപേരാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാഹിത്യ കുടീരമാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ സാഹിത്യ കുടീരം. അതൊന്ന് നോക്കി വയ്ക്കുക. ദെൻ നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K കണ്ണൻ മേനോനാണ്. അപ്പോൾ ഓരോ പേരുകൾ ആരാണ് നിർദ്ദേശിച്ചത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് K കണ്ണൻ മേനോൻ. നായർ സർവീസ് സൊസൈറ്റി എന്നത് K പരമുപിള്ളയാണ് നിർദ്ദേശിച്ചത്. ആദ്യം NSSൻ്റെ ആദ്യകാല നാമമായിരുന്നു നായർ ഭൃത്യജന സംഘം എന്നത്. അത് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പരിഷ്കരിക്കുകയുണ്ടായി. K പരമുപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. ദെൻ വിമോചന സമരം എന്ന പേര് നൽകിയത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരം എന്ന പേര് ആ സമരത്തിന് നൽകിയത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. ദെൻ നിവർത്തന പ്രക്ഷോഭം IC ചാക്കോയാണ് ആ പേര്. നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നൽകിയത്. ശിവഗിരി എന്ന പേര് ശ്രീനാരായണ ഗുരു നൽകിയതാണ്. ശിവഗിരി മഠത്തിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ മാതൃഭൂമി പത്രത്തിന് ആ പേര് നൽകിയത് KP കേശവമേനോനാണ്. അതിൻ്റെ സ്ഥാപകൻ തന്നെയാണ് അദ്ദേഹം. ദെൻ നവോത്ഥാന നായകരും പ്രസിദ്ധീകരണങ്ങളും നോക്കാം. നമ്മൾ സംഘടനകൾ നടത്താൻ നോക്കി. ഇനി അവരുടെ പ്രധാന പ്രസിദ്ധീകരണങ്ങൾ, അത് ചിലപ്പോൾ പത്രങ്ങളാവാം, മാസികകളാവാം, അങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണം ഇറക്കിയത് വാഗ്ഭടാനന്ദനാണ്. ദെൻ അധകൃതൻ എന്നത് KP വള്ളോൻ്റെ പ്രസിദ്ധീകരണമാണ്. ആത്മവിദ്യാകാഹളം വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇറക്കിയിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമാണ് ആത്മവിദ്യാകാഹളം. അതുപോലെ തന്നെ അഭിനവ കേരളവും. ദെൻ ഭാഷാഭൂഷണി കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഭാഷാഭൂഷണി ഇറക്കിയത്. ദേശാഭിമാനി 1915 ദേശാഭിമാനി TK മാധവനാണ് പ്രസിദ്ധീകരിച്ചത്. ദെൻ ഗ്രാമദീപം എന്നതിന് നേതൃത്വം നൽകിയത് K കേളപ്പനാണ്. കലാകേരളം ഡോക്ടർ വേലുക്കുട്ടി അരയനും. കേരള കൗമുദി CV കുഞ്ഞിരാമനും. കേരളൻ K രാമകൃഷ്ണപിള്ളയും. കേസരി അതുപോലെ തന്നെ പ്രബോധകൻ എന്നിവ ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുമാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അതിൽ വാഗ്ഭടാനന്ദൻ്റെ പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ KP വള്ളോൻ്റെ അധകൃതൻ എന്ന പ്രസിദ്ധീകരണമൊക്കെ ഒന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. കേസരി ബാലകൃഷ്ണപിള്ള, ആ പേര് തന്നെ നമുക്കറിയാം. കേസരി എന്ന പ്രസിദ്ധീകരണം ബാലകൃഷ്ണപിള്ളയുടെ ആയിരുന്നു എന്നുള്ളത്. ദെൻ അടുത്തത് നോക്കാം. പ്രബുദ്ധ കേരളം സ്വാമി ആഗമാനന്ദ സ്വാമികളും. സാധുജനദൂതൻ പാമ്പാടി ജോൺ ജോസഫും. അതൊരു റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. പാമ്പാടി ജോൺ ജോസഫാണ് സാധുജനദൂതൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ദെൻ സാധുജന പരിപാലിനി അയ്യങ്കാളി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. സാധുജന പരിപാലന സംഘവും അയ്യങ്കാളിയാണ്. അതിൻ്റെ നേതൃത്വത്തിൽ, ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് സാധുജന പരിപാലിനി, അതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ദെൻ സഹോദരൻ എന്ന പ്രസിദ്ധീകരണം K അയ്യപ്പൻ്റെ നേതൃത്വത്തിലും. സാരഗ്രാഹി എന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിലും. ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിലും. അപ്പോൾ അവിടുന്ന് നമുക്കൊരു കാര്യം അറിയും. ഈ വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു കേട്ടോ. അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. ദെൻ ശിവയോഗ വിലാസം വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിൽ. സ്ത്രീ വിദ്യാഭൂഷണി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ നേതൃത്വത്തിൽ.
സുജനാനന്ദിനി പറവൂർ കേശവനാശാനും സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലും വേലക്കാരൻ കെ അയ്യപ്പനും സത്യപ്രകാശം മക്തി തങ്ങളും യജമാനൻ വാഗ്ഭടാനന്ദൻ്റെ നേതൃത്വത്തിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ദെൻ മുഖപത്രങ്ങൾ നോക്കാം. പ്രധാന സംഘടനകളുടെ മുഖപത്രങ്ങളാണ്. NSSൻ്റെ മുഖപത്രമായിരുന്നു സർവീസ്. ദെൻ SNDPയുടെ മുഖപത്രം യോഗനാഥം. ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. യോഗക്ഷേമ സഭയുടെ യുവജന വിഭാഗത്തിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി എന്നത്. സഹോദര സമാജത്തിൻ്റെ മുഖപത്രമായിരുന്നു സഹോദരൻ. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുഖപത്രമായിരുന്നു സാധുജന ദൂതൻ എന്നത്. ദെൻ സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു സാധുജന പരിപാലിനി. അപ്പോൾ സർവീസസ്, യോഗനാഥം, അഭിനവ കേരളം, ഉണ്ണി നമ്പൂതിരി, സഹോദരൻ, സാധുജനദൂതൻ, സാധുജന പരിപാലിനി എന്നീ മുഖപത്രങ്ങൾ ഏതൊക്കെ സംഘടനകളുടെയാണ് എന്നാണ് നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളുടെ അഥവാ നവോത്ഥാന നായകരുടെയൊക്കെ കുറച്ച് കൃതികൾ കൂടി നോക്കാം. എൻ്റെ കാശിയാത്ര തൈക്കാട് അയ്യയാണ്. പഴനി വൈഭവം എന്നിവയും. എൻ്റെ കാശിയാത്ര, പഴനി വൈഭവം എന്നിവ തൈക്കാട് അയ്യ രചിച്ച കൃതികളാണ്. എൻ്റെ നാടുകടത്തൽ, വൃത്താന്ത പത്രപ്രവർത്തനം എന്നിവ കെ രാമകൃഷ്ണപിള്ളയുടെയാണ്. അതുപോലെ തന്നെ മോഹൻദാസ് ഗാന്ധി എന്നതും കെ രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ്. ദെൻ കേരളം മലയാളികളുടെ മാതൃഭൂമി, ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ് കേട്ടോ. കേരളം മലയാളികളുടെ മാതൃഭൂമി, കേരളം ഇന്നലെ, ഇന്ന്, നാളെ, നമ്മുടെ ഭാഷ എന്നിവ EMSൻ്റെ കൃതികളാണ്. അതുപോലെ ആദിഭാഷ എന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. പാട്ടബാക്കി കെ ദാമോദരൻ. പാട്ടബാക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൃതിയാണ് കെ ദാമോദരൻ്റെ. ദെൻ അടിമകൾ എങ്ങനെ ഉടമകളായി എന്നത് വിഷ്ണു ഭാരതീയരുടെയും. അതുപോലെ തന്നെ ഞാനൊരു പുതിയ ലോകം കണ്ടു എന്നത് AK ഗോപാലൻ്റെയും. മണ്ണിനു വേണ്ടി എന്നതും AK ഗോപാലൻ്റെ കൃതിയാണ്. അപ്പോൾ അതിൽ ആദിഭാഷ, പാട്ടബാക്കി, അതുപോലെ തന്നെ വൃത്താന്ത പത്രപ്രവർത്തനം, കേരളം മലയാളികളുടെ നാട് എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ മുസ്ലിം ജനവും വിദ്യാഭ്യാസവും എന്ന കൃതി മക്തി തങ്ങളാണ് രചിച്ചത്. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും PK ബാലകൃഷ്ണനും. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ ഡോക്ടർ പൽപ്പുവിൻ്റെ കൃതിയാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് തിയാസ് ഇൻ ട്രാവങ്കൂർ ഒരു മുൻവർഷ ചോദ്യമാണ് കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതിക്കുമ്മിയാണ്. ബാക്കി കൂടി നോക്കാം. സ്തോത്രമന്ദാരം, ലളിതോപഹാരം, കിളിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, ബാലകലേശം, സമാധി സപ്തകം എന്നിവ പണ്ഡിറ്റ് കറുപ്പൻ്റെ കൃതികളാണ്. അതിൽ സമാധി സപ്താഹമൊക്കെ ചട്ടമ്പി സ്വാമികളുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം രചിച്ച കൃതിയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ ജാതിക്കുമ്മി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്ന് ജാതിക്കുമ്മി, സ്തോത്രമന്ദാരം, ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതിയാണ് ബിലാത്തി വിശേഷം. അത് KP കേശവമേനോൻ എഴുതിയ കൃതിയാണ് ബിലാത്തി വിശേഷം. അതുപോലെ നവഭാരത ശില്പികൾ, യേശുദേവൻ, മഹാത്മാഗാന്ധി എന്നിവയെല്ലാം KP കേശവമേനോൻ്റെ കൃതികളാണ്. അപ്പോൾ ബിലാത്തി വിശേഷം, നവഭാരത ശില്പികൾ, യേശുദേവൻ, മഹാത്മാഗാന്ധി എന്നിവയെല്ലാം KP കേശവമേനോൻ്റെ കൃതികളാണ്. അടുത്തത് ആനന്ദ ഗുരുഗീത, അതുപോലെ മോക്ഷപ്രദീപം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികളാണ് മോക്ഷപ്രദീപവും ആനന്ദ ഗുരുഗീതയും. മോക്ഷപ്രദീപ ഖണ്ഡനം എന്നത് ഈ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ഈ കൃതിയെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ എഴുതിയ കൃതിയാണ്, അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ആത്മവിദ്യാലേഖാമാല വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നിവ ഡോക്ടർ അയ്യത്താൻ ഗോപാലിൻ്റെ കൃതികളാണ്. റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ് GP പിള്ളയുടെ കൃതിയാണ്. ഇന്ത്യൻ കോൺഗ്രസ് മെൻ എന്നതും GP പിള്ളയുടെ കൃതിയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടുള്ള ഏക മലയാളിയാണ് GP പിള്ള, ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ മുസ്ലിങ്ങളും രാജഭക്തിയും എന്നത് മക്തി തങ്ങളുടെ കൃതിയാണ്. അതുപോലെ തന്നെ പരോപകാരി, ഞാൻ തന്നെ എന്നിവയും മക്തി തങ്ങളുടെ കൃതിയാണ്. അതുപോലെ 1114 കഥ എന്നത് അക്കാമ ചെറിയാൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അതുപോലെ തന്നെ എൻ്റെ ജയിൽ ജീവിതം എന്നത് TK മാധവൻ രചിച്ച കൃതിയുമാണ്. ദെൻ നഷ്ടബോധങ്ങളില്ലാതെ എന്ന കൃതി ദേവകി നിലയങ്കോടിൻ്റെയാണ്. കാലപ്പകർച്ചകൾ എന്നതും ദേവകി നിലയങ്കോടിൻ്റെ കൃതികളാണ്. തകർന്ന തലമുറ എന്നതും മൂടുപടത്തിൽ എന്നതും ലളിതാംബിക അന്തർജനത്തിൻ്റെ കൃതിയാണ്. ദെൻ ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ എന്നത് K ദേവയാനിയുടെ കൃതിയാണ്. കർമ്മഫലം എന്നത് B കല്യാണിയമ്മയുടെയും. അതുപോലെ തന്നെ ഓർമ്മയിൽ നിന്ന് എന്നതും B കല്യാണിയമ്മയുടെയാണ്. കർമ്മഫലം, ഓർമ്മയിൽ നിന്ന് എന്നിവ B കല്യാണിയമ്മയുടെ കൃതികളാണ്. അപ്പോൾ അത്രയാണ് കൃതികളെ പറ്റി നോക്കാനുള്ളത്.
ദെൻ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പിടിയേരി സമ്പ്രദായം ചാവറയച്ചനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പിടിയേരി സമ്പ്രദായം. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം തൈക്കാട് അയ്യ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. തൂവയൽ പന്തി വൈകുണ്ഠസ്വാമികൾ. നിഴൽ തങ്കൽ വൈകുണ്ഠസ്വാമികൾ. കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. കുളത്തൂർ പ്രസംഗം കെ സുകുമാരൻ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. പിടിയേരി സമ്പ്രദായം ചാവറയച്ചൻ. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. പന്തി ഭോജനം തൈക്കാട് അയ്യ. മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. തൂവയൽ പന്തി വൈകുണ്ഠസ്വാമികൾ. നിഴൽ തങ്കൽ വൈകുണ്ഠസ്വാമികൾ. കോഴഞ്ചേരി പ്രസംഗം സി കേശവൻ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. കുളത്തൂർ പ്രസംഗം കെ സുകുമാരൻ. അതിൽ കോഴഞ്ചേരി പ്രസംഗമൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ സമപന്തി ഭോജനം മിശ്ര ഭോജനം എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എഴുതി നോട്ടുകൾ തയ്യാറാക്കി റിപ്പീറ്റായി കേട്ട് പഠിക്കുക ഈ കാര്യങ്ങൾ. അടുത്ത് നോക്കാം. ചാന്നാർ കലാപത്തിൻ്റെ മറ്റൊരു പേരാണ് മേൽമുണ്ട് കലാപം എന്നത്. ചാന്നാർ കലാപത്തിൻ്റെ മറ്റൊരു പേര് മേൽമുണ്ട് കലാപം. ഊരൂട്ടമ്പലം ലഹളയുടെ മറ്റൊരു പേരാണ് 90-ാം ആണ്ട് ലഹള എന്നത്. ഊരൂട്ടമ്പലം ലഹള 90-ാം ആണ്ട് ലഹള. ദെൻ കല്ലുമാല സമരം പെരിനാട് സമരം എന്നറിയപ്പെട്ടത് കല്ലുമാല സമരമാണ്. പുന്നപ്ര വയലാർ സമരം തുലാപ്പത്ത് സമരമെന്നും അറിയപ്പെട്ടിട്ടുണ്ട്. കൂട്ടംകുളം സമരം വഴി നടക്കൽ സമരമെന്നും തോൽവിറക് സമരം ചീമേനി എസ്റ്റേറ്റ് സമരമെന്നും അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള നവോത്ഥാന നായകരെ പറ്റിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരങ്ങൾ, അവർ ജനിച്ച സ്ഥലം, അവരറിയപ്പെട്ട പേര്, അവരുടെ ബാല്യകാല നാമങ്ങൾ, അവരുടെ പ്രധാന കൃതികൾ, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ തന്നെ അവരുടെ സംഘടനകൾ എന്നിവയെല്ലാം നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ സമരങ്ങൾ നടന്ന വർഷങ്ങളടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. 2-3 ചോദ്യങ്ങൾ വരെ ഓരോ പരീക്ഷയ്ക്കും നമുക്ക് ലഭിക്കാവുന്ന ഒരു ഭാഗമാണ് കേരള നവോത്ഥാനം എന്നത്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാം. ആ ചോദ്യങ്ങളിലുള്ളത് തന്നെയാണ് ഇന്ന് നമ്മൾ ഒരു 90% ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൂടി നമ്മൾ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇതല്ലാതെ വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാത്തതുള്ളൂ, അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളതായിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡേറ്റുകളായിരിക്കും. ആ ഡേറ്റുകൾ ഞാനിവിടെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കി വയ്ക്കുക. ഓരോ സമരത്തിൻ്റെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ ഡേറ്റുകൾ അറിയുമെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പോൾ അത്രയാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ക്ലാസ് മുഴുവനായിട്ടും കണ്ട ഓരോരുത്തർക്കും ക്ലാസ് വളരെ ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ക്ലാസ് മുഴുവനായിട്ടും കാണുക, നോട്ടുകൾ തയ്യാറാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.